കിടന്നുപോയി, തളർച്ച വന്നുപോയി. ആമിന ബീവി അവിടെ കിടന്നു. വഹബ് പറഞ്ഞു, ആമിന ബീവിന്റെ ഉപ്പ പറഞ്ഞു, ഒരാളെ ഉടൻ യസ്രിബിലേക്ക് അയക്കണം. എന്നിട്ട് അബ്ദുള്ളയുടെ വർത്തമാനം പറയണം, അറിയണം, ആരെയാണ് പറഞ്ഞയക്കുക എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഹാരിസിനെ പറഞ്ഞയക്കാം. അബ്ദുള്ളയുടെ അനുജൻ ഹാരിസിനെ പറഞ്ഞയക്കാം. ഹാരിസിനെ പറഞ്ഞയച്ചു. ഹാരിസ് ഓടിപ്പോയി അബ്ദുള്ളയുടെ അടുത്ത് ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സാധാരണ രോഗമല്ല. അബ്ദുള്ളയുടെ രോഗം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഹാരിസ് ചെന്ന് നോക്കുമ്പോ മരണത്തിന്റെ വെപ്രാളത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുപ്പയായിട്ടുള്ള ഈ അബ്ദുള്ള എന്ന് പറയപ്പെടുന്നവര് അവിടെ വെച്ചുകൊണ്ട് വഫാത്താവുകയാണ്. 2-3 ദിവസത്തെ ജീവിതമാണ് മഹദിയായ ആമിന ഉമ്മ ബീവിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഇടയിലാണ് ആമിന ബീവി ഗർഭിണിയാകുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ചിന്തിക്കണം, അവിടെ വെച്ചുകൊണ്ട് അബ്ദുള്ള എന്നവര് വഫാത്താകുമ്പോൾ അവിടെ തന്നെ മറവ് ചെയ്യുകയാണ്. നിങ്ങൾ ചിന്തിക്കണേ, തിരിച്ചു വന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബിനോട് ഹാരിസ് വന്നുകൊണ്ട് പറയുന്നു, ഉപ്പാ, നമ്മളെ അബ്ദുള്ള നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു ഉപ്പാ. ബറക്കത്ത് സഹിക്കാൻ കഴിയുന്നില്ല, ആമിന ബീവിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു വിഷമമാണ്. ഒത്തു ജീവിക്കാൻ കൂടുതൽ കാലം കിട്ടാതെ തന്നെ പിരിഞ്ഞു പോയ തന്റെ പ്രിയപ്പെട്ട പ്രിയതമനെ ഓർത്തുകൊണ്ട് ആമിന ബീവി നെടുവീർപ്പെടുകയാണ്. ഏതായാലും തന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് ഒരു അനുഗ്രഹമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാര് സ്വപ്നത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. പല വിധത്തിലുള്ള അറിയിപ്പുകളും ആമിന ഉമ്മ ബീവിക്ക് കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ ഗർഭം ചുമക്കുന്ന സമയത്ത് മലായികത്തിന്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല എന്നെ അനുഗ്രഹിച്ചേക്കാം എന്ന് കരുതി ആമിന ഉമ്മ ബീവി സമാധാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിന ബീവിന്റെ ഗർഭാശയത്തിൽ വളർന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, മാസക്കണക്കിന് ആമിന ഉമ്മ ബീവിക്ക് സന്ദേശങ്ങൾ വരികയാണ്. ഈ ലോകത്തെ അവസാനത്തെ പ്രവാചകനാണ് ഉമ്മ നിങ്ങൾ ഗർഭം ധരിച്ചിട്ടുള്ളത്. ആമിന ബീവി ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് എന്ന് പേരിടണമെന്ന് പല വിധത്തിലുള്ള അറിയിപ്പുകളും ആമിന ഉമ്മ ബീവിക്ക് ലഭിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ മാസം തികഞ്ഞു പ്രസവിക്കുകയാണ്. ഇതൊക്കെ ബറക്ക സാക്ഷിയാണ്. കുട്ടി ഉണ്ടായതിന് ആമിന ബീവിയുടെ പ്രിയതമൻ അവരുടെ വഫാത്തിനും എല്ലാം ബറക്ക സാക്ഷിയാണ്. കല്യാണത്തിനും സാക്ഷിയാണ്. അവര് സുന്ദരമായി ജീവിച്ചു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബറക്ക എന്ന കുട്ടിയും ആമിന ഉമ്മ ബീവിയും അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ സുന്ദരമായിട്ട് ജീവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സ് പ്രായമായി. ചെറുപ്പകാലത്ത് പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. ഏറ്റവും ചുരുങ്ങിയത് മുല കുടിക്കാൻ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുല കുടിപ്പിക്കാൻ വരെ ഒരു വിഭാഗം പെണ്ണുങ്ങളെ വിസമ്മതിച്ചു. കാരണം പെണ്ണുങ്ങളാണല്ലോ. എന്താ വിസമ്മതിക്കാൻ കാരണം അറിയോ? അബ്ദുള്ള മരിച്ചുപോയി, വഫാത്തായി പോയി. പിതാവില്ല, യത്തീമാണ്. ഈ ഒരു യത്തീമായ കുട്ടിനെ മുല കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ അറേബ്യയിലെ പെണ്ണുങ്ങൾക്ക് മുല കുടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പൈസ കിട്ടും. ഈ കുട്ടിനെ മുല കുടിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്ന് ചിന്തിച്ചു പോയിരുന്നു. അത് ഹലീമ ബീവിയുടെ മനസ്സിലടക്കം അങ്ങനെ വന്നിരുന്നു. എന്ത് കിട്ടാനാണ്? വേറൊരു കുട്ടിനെ കിട്ടാത്തത് കൊണ്ട്, ശമ്പളം കിട്ടുക പിന്നെ തന്നുകൊണ്ട് മുല കുടിപ്പിക്കാൻ പറ്റിയ വേറൊരു കുട്ടിയെ കിട്ടാത്തതിന്റെ പേരിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമത്തു സഅദിയ ഏറ്റെടുത്തത്. റളിയല്ലാഹു തആല പ്രവാചകന്റെ ഉമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മഹദി, അല്ലാഹു അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. നിങ്ങൾ ആമീൻ പറഞ്ഞില്ല? പറഞ്ഞോ? അല്ലാഹു ഹലീമ ബീവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അങ്ങനെ എപ്പോഴാ പിന്നെ ഹലീമ ബീവിക്ക് ബോധ്യമായത്? ഹലീമ ബീവിക്ക് വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. മുലയില് പാലുണ്ടായിരുന്നില്ല. കുഞ്ഞിനെ ഏറ്റെടുത്ത് മുല കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് മുലയിൽ പാല് വർദ്ധിച്ചു. ഹലീമ ബീവിക്ക് ഒരൊട്ടകം ഉണ്ടായിരുന്നു, ഏകദേശം മാതിരിയായിരുന്നു, മെലിഞ്ഞൊട്ടിട്ടു. തടിയില്ലാത്തൊരൊട്ടകം. ആ ഒട്ടകം, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുക, അതിനുണ്ടായിരുന്നില്ല പാല്.
ആ പാല് കറന്നിട്ടെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാമായിരുന്നു. ഒട്ടകത്തിനും പാലില്ല. റസൂലുള്ളാഹിന്റെ സംരക്ഷണം ഹലീമ ബീവി ഏറ്റെടുത്തപ്പോ ഒട്ടകത്തിന്റെ അകിട് വീർത്തുപോയി പാല് കൊണ്ട്. ഹലീമ ബീവിക്ക് ആടുണ്ടായിരുന്നു. വളരെയധികം മോശപ്പെട്ട അവസ്ഥയായിരുന്നു. ആടുകളുടെ ഔട്ടിലൊന്നും പാലുണ്ടായിരുന്നില്ല. ഒട്ടകത്തിനാണെങ്കിൽ സ്പീഡ് ഉണ്ടായിരുന്നില്ല. ഈ ഒട്ടകം ഇങ്ങനെ പോകുമ്പോ ഏകദേശം ഒരു 8:10 പോക്കായിരുന്നു റസൂലുള്ളാഹിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിന്റെ മുമ്പ് ഹലീമ ബീവിന്റെ ഒട്ടകത്തിനുണ്ടായിരുന്നത്. എന്നിട്ട് കുറെ പെണ്ണുങ്ങളൊക്കെ ചോദിച്ചു, അല്ല ഹലീമ, എന്റെ ഒട്ടകേറ്റം മാറിപ്പോയിട്ടുണ്ടോ? ഈ അങ്ങോട്ട് പോകുമ്പോ ഉണ്ടായിരുന്ന ഒട്ടകല്ലല്ലോ, അത് സ്പീഡ് കൂടിക്കണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്തിട്ട് ഒട്ടക പുറത്ത് ഇങ്ങനെ വരുമ്പോ ഒട്ടകത്തിന് സ്പീഡ് കൂടിക്കുക. അപ്പൊ പെണ്ണുങ്ങളൊക്കെ ചോദിക്കുക, അയ്യ ഞങ്ങളൊക്കെ ഒട്ടകത്തിന്റെ പിന്നിലായിരുന്നല്ലോ, നിന്റെ ഒട്ടകം ഇതെന്താ തിരിച്ചു വരുമ്പോ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പായി മാറിക്കുന്നത്? മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അപ്പൊ അതൊക്കെ ഫള് എന്താണെന്ന് മനസ്സിലാക്കി ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല റസൂലുള്ളാഹിനെ ഏറ്റെടുത്തു. അതിന്റെ പേരിലാണ് ഈ ബർക്കത്തൊക്കെ കിട്ടിയത്. ഏതായാലും എത്ര പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ ബീവിയുടെ കയ്യിൽ നിന്ന് അവിടുന്ന് കൊണ്ടുപോയി അല്ലാഹുവിന്റെ മാലാഖമാർ മലായികത്തുകൾ. എന്നിട്ട് ഓപ്പറേഷൻ നടത്തി. മനുഷ്യ സഹജമായ സർവ്വ കേടുകളെയും ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഹലീമ ബീവിന്റെ അടുത്തേക്ക് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയപ്പെടുന്ന കുഞ്ഞുമോനെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുകയാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6ാമത്തെ വയസ്സായപ്പോ ആമിന ഉമ്മ ബീവി പറഞ്ഞു, നമുക്ക് ഉപ്പാന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാൻ പോകുന്നില്ലേ? നിങ്ങൾ വിചാരിച്ച സിയാറത്ത് എന്ന് പറയുന്ന സമ്പ്രദായം ഇവിടെ മൂലൂര് പെരുമ്പലത്ത് മൂലൂര് വന്നിട്ടുണ്ടാക്കിയതാണ്. കാലങ്ങൾക്ക് മുമ്പ് ആമിന ഉമ്മ ബീവി അബ്ദുല്ലാഹിയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത്. അബ്ദുല്ലാഹിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകാൻ ആരൊക്കെ ഉണ്ട്? ബറക്ക എന്ന് പറയുന്ന പെൺകുട്ടി, 6 വയസ്സായ മുഹമ്മദ് മുസ്തഫ, 6 വയസ്സായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അങ്ങനെ അവര് യാത്രക്കുള്ള തയ്യാറെടുപ്പ് അബ്ദുൽ മുത്തലിബ് ശരിയാക്കി കൊടുത്തു. ഒട്ടക കെട്ടില് ഭക്ഷണം എല്ലാ കാര്യങ്ങളും റെഡിയാക്കി പോയിക്കോളി, നിങ്ങൾ സിയാറത്ത് ചെയ്തിട്ട് വരും എന്ന് പറഞ്ഞു. ഏകദേശം മദീനത്തിന്റെ അടുത്ത സ്ഥലം. ആ സ്ഥലത്ത് പോയി അബ്ദുള്ള എന്ന് പറയപ്പെടുന്ന മഹാനവറുകൾ മറപ്പെട്ട് കിടക്കുന്ന യസ്രിബിലേക്ക് ഇവരെല്ലാവരും പോയി ഖബറിന്റെ അടുത്തേക്ക് ചെന്നു. അബ്ദുള്ളയുടെ ഖബറിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് ബറക്കി ആമിന ബീവി 6 വയസ്സ് പ്രായമുള്ള റസൂലുള്ളാഹി ആമിന ബീവി അബ്ദുള്ള എന്നവരുടെ ഖബർ ഇങ്ങനെ നോക്കും. 6 വയസ്സ് പ്രായമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിനൊക്കൊന്ന് നോക്കും, ആമിന ബീവിന്റെ മുഖത്തേക്കൊന്ന് നോക്കും. ഖബറിനൊക്കൊന്ന് നോക്കും, ആമിന ബീവിന്റെ മുഖത്തേക്കൊന്ന് നോക്കും. ആമിന ബീവി മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ഖബറിനെയും കുഞ്ഞുമോനെയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞു പൂമുഖത്തേക്ക് ഉമ്മ ആമിന ബീവി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബറക്കയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യജമാനനെ ലാസ്റ്റ് ഒരു കാഴ്ച കച്ചവടത്തിന് പോകുമ്പോ കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. ബറക്കയുടെ മനസ്സിൽ വല്ലാത്ത പ്രശ്നം, വല്ലാത്ത ദുഃഖം. കുറെ കാലം അവിടുത്തെ കുറച്ച് ദിവസം അവിടെ താമസിച്ചു. ആമിന ഉമ്മ ബീവി ബറക്കയും അവിടെ കുടുംബക്കാരുണ്ട്, ഉമ്മാന്റെ കുടുംബക്കാരുണ്ട്. അവിടെയൊക്കെ താമസിച്ച് കുടുംബത്തിലൊക്കെ പോയി മക്കയിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോ അബവാ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെത്തിയപ്പോ ആമിന ഉമ്മ ബീവിക്ക് ചെറിയൊരു തളർച്ച, ഒരു വർഷം. ഒട്ടകത്തിൽ നിന്ന് അവരിറങ്ങി. ആമിന ഉമ്മ ബീവി നിലത്ത് കിടന്നു. തളർച്ച വന്നു. ആമിന ഉമ്മ ബീവി നിലത്ത് കിടന്നു. 6 വയസ്സ് പ്രായമുള്ള കുട്ടി ചോദിച്ചു, ഉമ്മ എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ബറക്ക ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? മക്കളെ, എനിക്ക് സുഖമില്ല, എനിക്ക് ക്ഷീണം വരികയാണ് എന്ന് പറഞ്ഞു. ഈ 2 കുഞ്ഞുമക്കൾ. ആരപ്പം അവരുടെ കൂട്ടത്തിലുള്ളത്? ഒട്ടകത്ത് തെളിക്കുന്ന ഒരാള്, ഒട്ടകം ബറക്ക എന്ന കുട്ടി, 6 വയസ്സ് പ്രായമുള്ള മുഹമ്മദ് മുസ്തഫ, ആമിന ബീവി. ഇവരല്ലാതെ വേറെ ആരുമില്ല. ജനങ്ങൾ അങ്ങനെ വ്യാപകമായിട്ടുള്ള വീട് വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമല്ലല്ലോ അത്. ഇവര് മാത്രം. ആമിന ബീവി ക്ഷീണം കൂടുതലാകുകയാണെന്ന് കണ്ടപ്പോ ആമിന ബീവി റളിയല്ലാഹു തആല ബറക്കയുടെ കൈ പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചു. എന്നിട്ട് ബറക്കയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, മോളെ, ഞാൻ ഇവിടെ വെച്ചിട്ട് മരിക്കുകയാണെങ്കിൽ എന്റെ മോള്
ഈ മുഹമ്മദിനെ അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഉമ്മ എന്താ നിങ്ങൾ പറയുന്നത്? മരിക്കേണ്ട കാര്യമാണോ പറയുന്നത്?